എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്ന ഒരു സംഭവം വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. നമ്മളെല്ലാവരും വാർത്തയിലൂടെ കണ്ടതാണ്. ഇപ്പോൾ ജർമ്മനിയിൽ നടന്ന ഒരു ആക്രമണത്തെക്കുറിച്ച്. ക്രിസ്മസിൻ്റെ തിരക്കുകളിലെ ഇടയിലേക്ക്, ക്രിസ്തുമസിൻ്റെ ആഘോഷത്തിൻ്റെ ഇടയിലേക്ക് ഒരു ഭീകരവാദി കാർ ഓടിച്ച് കയറ്റി ഏതാനും ആളുകളെ കൊന്നിരിക്കുന്നു. ഒരുപാട് പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ജർമ്മനിയിലെ ബെർലിന് സമീപമാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ക്രിസ്മസിൻ്റെ തിരക്കിലാണ് ലോകം മുഴുവനും. ഈ സമയത്താണ്, പ്രത്യേകിച്ച് യൂറോപ്പിൽ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാം. വലിയ ഇമ്പോർട്ടൻസ് ആണ് ക്രിസ്മസ് പോലെയുള്ള ആഘോഷങ്ങൾക്ക് അവർ കൊടുക്കുന്നത്. ഈ ഒരു ആഘോഷത്തിൻ്റെ തിമിർപ്പിൽ ലോകം നിൽക്കുമ്പോൾ ജർമ്മനിയിലെ ബെർലിന് സമീപമുള്ള മഡ്ഗേബർഗ് എന്ന് പറയുന്ന നഗരത്തിൽ ഒരാൾ ക്രിസ്മസിൻ്റെ ഒരു മാർക്കറ്റിനുള്ളിലേക്ക് വളരെ മനഃപൂർവ്വം കരുതിക്കൂട്ടി തൻ്റെ കാറ് ഓടിച്ച് കയറ്റി ഒരുപാട് പേരെ കൊന്നിരിക്കുന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. ഏകദേശം 12ഓളം പേര് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ 15ഓളം പേര് വളരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നു. ഒരുപാട് പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. എക്സ് പ്ലാറ്റ്ഫോമിലൊക്കെ അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. വലിയ സ്പീഡിൽ ഒരു BMW കാറാണ് ഓടിച്ചു കയറ്റിയത്. ഇതാരാണ് ഓടിച്ചു കയറ്റിയെന്ന് അറിയേണ്ടത്. 2006 മുതൽ ജർമ്മനിയിൽ താമസമാക്കിയിട്ടുള്ള, ജർമ്മനിയിൽ ഡോക്ടറായിട്ട് സേവനം ചെയ്യുന്ന ഒരു സൗദി പൗരനാണ് ഈ പരിപാടി കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. തൻ്റെ കാറ് കൊണ്ട് ക്രിസ്മസ് ഈവൻ്റ് നടക്കുന്ന ആ മാർക്കറ്റിലേക്ക് ഇരച്ചു കയറി ഏതാനും ആളുകളെ കൊന്നിരിക്കുന്നു. എന്തൊരു നികൃഷ്ടമായ സംഭവമാണ്. നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യമുണ്ട്. ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ യുദ്ധം മൂലം, മറ്റ് സാമൂഹിക അരാജകത്വം മൂലമൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അമേരിക്കൻ നാടുകളിലേക്കൊക്കെ കയറിക്കൂടുന്നവർ അല്ലെങ്കിൽ കുടിയേറ്റം നടത്തുന്ന ആളുകൾക്ക് അഭയം കൊടുക്കുന്ന രാജ്യത്തിനിട്ട് തന്നെ പണിയുന്ന ഒരവസ്ഥ. ഇപ്പോൾ എല്ലാവരും പറയും ക്രൈസ്തവർ അല്ലെങ്കിൽ ആ ഒരു മുസ്ലിംസ് ക്രൈസ്തവ ഒരു ചേരിയിലേക്ക് ഈ ഒരു കാര്യം കൊണ്ടുപോകും. പക്ഷേ ഇതിനപ്പുറത്തേക്ക് തീവ്രവാദം എന്ന ഒരു വലിയ സംഭവമാണ്. ടെററിസം ആണ് ഇതിന് പിന്നിൽ. ഇതിൻ്റെ പിന്നിലുള്ള പ്രവർത്തിക്കുന്ന ശക്തികൾ തിരിച്ചറിയാൻ സാധിക്കണം. ആരായാലും തീവ്രവാദം ആര് നടത്തിയാലും അത് തെറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് തങ്ങൾക്ക് അഭയം നൽകുന്ന നാടുകൾക്ക് അല്ലെങ്കിൽ ആ നാട്ടിലെ ജനങ്ങൾക്ക് എതിരെ നടത്തുന്ന ഈ ഒരു തീവ്രവാദ പ്രവർത്തനം അത് എന്ത് വില കൊടുത്തും അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇവിടെ ഈ ക്രിസ്തുമസ് ആഘോഷങ്ങളിലേക്ക് നമ്മൾ ഈ ജർമ്മനിയിലെ കാര്യം മാത്രമല്ല, പല യൂറോപ്യൻ നാടുകളിലും ഈ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ ആക്രമണം നടക്കാറുണ്ട്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രിസ്മസ് ചന്തകളിലേക്കൊക്കെ മാർച്ച് നടത്തപ്പെടുന്നു. വലിയ ബൾക്കായിട്ടുള്ള ആൾക്കാർ വന്ന് മാർച്ച് നടത്തപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൂചനകൾ പോകുന്നത് ഈ ക്രിസ്തുമസ് എന്ന് പറയുന്ന ആഘോഷത്തിന് നേരെയാണ്. ഇത് തടയപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ച് ഒരുപാട് പേരാണ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കുടിയേറാനും അല്ലെങ്കിൽ മറ്റ് അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ കുടിയേറാനൊക്കെ ആഗ്രഹിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ വലിയ ക്രൈറ്റീരിയയും അല്ലെങ്കിൽ വലിയ നിയമ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ചില ആപ്ലിക്കേഷൻസൊക്കെ അവർ നെഗ്ലക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇവരൊക്കെ എങ്ങനെ കയറി പറ്റുന്നു? ഈ തീവ്രവാദികളും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കീടങ്ങളൊക്കെ എങ്ങനെ ഈ രാജ്യങ്ങളിലേക്ക് കയറി പറ്റുന്നു, കുടിയേറപ്പെടുന്നു എന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ UK കാര്യം നമുക്കറിയാം. UK മുഴുവനും പാകിസ്ഥാനികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ജർമ്മനിയിൽ ആക്രമണം നടത്തിയ ആളെന്ന് പറയുന്നത് ഒരു ഡോക്ടറാണ്. 50 വയസ്സുണ്ട്. 2006 മുതൽ ജർമ്മനിയിൽ താമസമാക്കിയിട്ടുള്ള ഒരു സൗദി പൗരനാണ്. അപ്പോൾ ഇയാൾ അറിവും വിദ്യാഭ്യാസത്തിലൊന്നും പുറകോട്ട് നിൽക്കുന്ന ആളൊന്നുമല്ല. നല്ല അറിവും വിദ്യാഭ്യാസവും ഉള്ള ആളാണ്. അദ്ദേഹമാണ് ഈ ഒരു നീച പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭരണാധികാരികൾ തിരിച്ചറിയുക, ആരാണ് തങ്ങളുടെ രാജ്യത്തിന് അനുയോജ്യരായിട്ടുള്ളത്, എങ്ങനെയുള്ള ആളുകളെയാണ് തങ്ങളുടെ രാജ്യം അക്കോമഡേറ്റ് ചെയ്യേണ്ടത്, വിശ്വസിക്കാവുന്നത് എന്ന് തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇപ്പം ലോകം തന്നെ തീവ്രവാദത്തിൻ്റെ പിടിയിലാണ്. അപ്പോൾ ഇനിയുള്ള കാലം ആ നാട്ടിലെ ജനങ്ങൾക്ക് സ്വൈര്യമായിട്ടും സ്വസ്ഥമായിട്ടും തങ്ങളുടെ വിശ്വാസത്തിലും ജീവിതത്തിലും മുന്നോട്ട് പോകുവാൻ ഇത്തരം തീവ്രവാദികളെ, നുഴഞ്ഞു കയറിയ തീവ്രവാദികളെ നിലയ്ക്ക് നിർത്തേണ്ട ബാധ്യതയും കരുതലും ആ നാട്ടിലെ ഗവൺമെൻറ് എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ യൂറോപ്പ് എന്നല്ല, ലോകം തന്നെ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.